ഇതാണ് ബിജു. ഇവരെന്തിനാണ് ഈ കൈ ബാഗിലേക്കും കെട്ടി വായിൽ വെള്ളം ഇറക്കി നോക്കിയിരിക്കുന്നതല്ലേ പറയാം. വെറൊരു പരിപ്പൂടൻ ചായ മാത്രം കുടിക്കാമെന്ന് പ്ലാൻ ഇട്ടിരുന്ന എന്നെ സേതിനെ നേരെ പിടിച്ച് പാനിപ്പൂരിയിലേക്ക് കൺവേർട്ട് ചെയ്തത് ബിജുവാണ്. ഹെൽത്തി കുട്ടനായ ബിജുവിന് പെട്ടെന്നൊരാഗ്രഹം പാനിപ്പൂരി കഴിക്കണമെന്ന്. പാനിപ്പൂരി ഹെൽത്തി ഫുഡാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ വർഷങ്ങളായിട്ട് പാനിപ്പൂരി, കോൺപൂരി, സേവ് പൂരി, ബേൽപൂരി അങ്ങനെ എല്ലാ ടൈപ്പ് പൂരിയും വിൽക്കുന്ന ഒരു ബായി ഉണ്ട്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ സ്ട്രീറ്റിൽ തന്നെ ആയതുകൊണ്ട് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കൈ പുറകിൽ കെട്ടിക്കൊണ്ട് വായിൽ വെള്ളം നിറച്ച് ബിജു നോക്കിയിരുന്നത് വേറെ ഒന്നുമല്ല, ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ പാനിപ്പൂരിൻ്റെ പൈസ കൊടുത്തതും പാനിപ്പൂരി ഞങ്ങൾക്ക് വാങ്ങി തന്നതും എല്ലാം ബിജു തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന എല്ലാ ലൈക്കും എല്ലാ കമൻറ്റും എന്ത് തെരുവിലാണെങ്കിലും അതൊക്കെ ബിജുവിനുള്ളതാണ്. ബിജുവിന് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. മന്ത്രം മന്ദം ചൊല്ലി പൂക്കുന്നീണത്തിൽ മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ